നമസ്കാരം. പി.വി. അൻവർ എം.എൽ.എ ഉയർത്തിയ ആരോപണങ്ങൾക്ക് പിന്നിലും ഗൂഢാലോചന തിയറി സജീവമാക്കിക്കൊണ്ടാണ് റിപ്പോർട്ട് പുറത്തുവരുന്നത്. അൻവറിന്റെ പിന്നിൽ ആരാണ് എന്ന രഹസ്യ അന്വേഷണം CPM-ൽ നടക്കുന്നതായാണ് റിപ്പോർട്ട്. ചില നേതാക്കൾക്ക് ലഭിച്ച കത്തുകളും ഫോട്ടോകളും സംശയങ്ങൾക്ക് ഇടം നൽകുന്നതായും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു. അതീവ ഗൗരവ സ്വഭാവത്തിലുള്ള ആക്ഷേപമാണ് CPM-നുള്ളത് എന്നാണ് പുറത്തുവരുന്ന വിവരം. ഒരു സംസ്ഥാന കമ്മിറ്റി അംഗം വിദേശത്ത് പോയതിന്റെയും ചിലരുമായി കൂടിക്കാഴ്ച നടത്തിയതിന്റെയും ഫോട്ടോകളും വിവരങ്ങളുമാണ് ലഭിച്ചിട്ടുള്ളത്. ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് പി.വി. അൻവർ ആരോപണവുമായി രംഗത്ത് വന്നത് എന്നതും ശ്രദ്ധേയം തന്നെ. പാർട്ടി നേതാവിന്റെ വിദേശയാത്രയും അൻവർ ആരോപണം ഉന്നയിച്ചതും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാണ് പാർട്ടിക്കുള്ളിലെ രഹസ്യമായ പരിശോധന. ഇത് സംബന്ധിച്ചുള്ള കത്തിനെ കുറിച്ചും വാർത്തയിൽ പറയുന്നുണ്ട്. അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ പാർട്ടിക്കുള്ളിൽ തന്നെ മുഖ്യമന്ത്രിയുടെ അനുകൂലികളും വിമർശകരും എന്ന രീതിയിലേക്ക് രണ്ട് ചേരിതിരിഞ്ഞാണ് ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. ഇതിനിടെയാണ് പുതിയ വിവാദവും തലപൊക്കുന്നത്. ദുബായിൽ നടന്ന കൂടിക്കാഴ്ച സംബന്ധിച്ചുള്ള വിവരങ്ങൾ കത്തിൽ വിവരിക്കുന്നുമുണ്ട്. ദുബായിലെ ഒരു സ്വകാര്യ കമ്പനിയുടെ പ്രതിനിധികളും ഒന്നിച്ച് സംസ്ഥാന കമ്മിറ്റി അംഗം കേക്ക് മുറിച്ച് ആഘോഷത്തിൽ പങ്കുചേരുന്നതിന്റെയും കമ്പനിയുടെ പ്രതിനിധികളുമായി യോഗത്തിൽ പങ്കെടുക്കുന്നതിന്റെയും ഫോട്ടോയാണ് ഇതിനൊപ്പമുള്ളത്. ഇതേ കമ്പനി ഇടുക്കിയിൽ ഒരു റിസോർട്ട് തുടങ്ങിയിട്ടുമുണ്ട്. അതിന്റെ ഉദ്ഘാടനത്തിൽ പാർട്ടി പോലും അറിയാതെ ഈ സംസ്ഥാന നേതാവ് പങ്കെടുത്തതാണ്. അതിനെതിരെയുള്ള പരാതി ആ ജില്ലയിൽ നിന്നുള്ള നേതാക്കൾ സംസ്ഥാന നേതൃത്വത്തിന് നൽകിയിട്ടുണ്ട്. ഇതൊന്നും ഇതുവരെ പാർട്ടി ഔദ്യോഗിക പരിശോധനയ്ക്കായി സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പോലും വെച്ചിട്ടില്ല എന്നും വാർത്തയിൽ പറയുന്നു. റിസോർട്ട് ഉദ്ഘാടനത്തിന് ടൂറിസം മന്ത്രിയെ പങ്കെടുപ്പിക്കാൻ ദുബായിലെ കമ്പനി പ്രതിനിധികൾ ശ്രമിച്ചിരുന്നു. ഈ കമ്പനിയെ സംബന്ധിച്ച് CPM ഇടുക്കി ജില്ലാ നേതാക്കൾ സംശയം പ്രകടിപ്പിച്ചതിനെ തുടർന്നാണ് മന്ത്രിയുടെ പരിപാടി ഒഴിവാക്കിയത് എന്നാണ് വിവരം. അതേ കമ്പനിക്കായി സംസ്ഥാന കമ്മിറ്റി അംഗം സജീവമായി ഇടപെട്ടതാണ് പരാതി ഉയരാനുള്ള കാരണം. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P. ശശിക്കെതിരെ അടക്കം ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിലാണ് ഈ നേതാവിന്റെ വിദേശ സന്ദർശനവും കൂടിക്കാഴ്ചയും ചർച്ചയാകുന്നത് എന്നാണ് മാതൃഭൂമി പത്രം കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് നൽകിയത്. ഇതോടെ ദുബായിലെ വ്യവസായി ആര് എന്ന ചർച്ചയും സജീവമാണ്. തന്റെ വിശ്വസ്തരെയും ഓഫീസിനെയും നിരന്തരം ആക്രമിക്കുന്ന പി.വി. അൻവറിനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിൽ അടിച്ചു വീഴ്ത്തുകയായിരുന്നു ചെയ്തത്. തുടക്കത്തിൽ അൻവറിന്റെ വാക്കുകൾ ഗൗരവമുള്ളതാണ് എന്ന് പറഞ്ഞ പാർട്ടി നേതൃത്വത്തിന് പോലും പിണറായി വിജയന്റെ നിലപാട് കേട്ടതോടെ അവരുടെ നിലപാടും മാറ്റേണ്ടി വന്നു. CPM പോലെ കരുത്തുറ്റ ഒരു പാർട്ടിയുടെ അഭ്യർത്ഥന മുഖവിലക്കെടുത്ത അൻവർ തൽക്കാലത്തേക്ക് ഒരു വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയായിരുന്നു. എങ്കിലും അടങ്ങിയത് പാർട്ടി നേതൃത്വത്തിന് വലിയ ആശ്വാസം തന്നെയാണ്. എന്നാൽ ഇതിനിടെയാണ് പുതിയ റിപ്പോർട്ട് പുറത്തു വന്നതും പിന്നാലെ ഇപ്പോഴിതാ അൻവർ വാർത്താ സമ്മേളനം വീണ്ടും വിളിച്ചു ചേർത്തിരിക്കുന്നതും. അൻവർ തുടർച്ചയായി മാധ്യമങ്ങൾക്ക് മുന്നിൽ ആരോപണങ്ങൾ ഉയർത്തിയപ്പോഴും മിണ്ടാതെയിരുന്ന CPM നേതൃത്വത്തിന് പക്ഷേ മുഖ്യമന്ത്രി പരസ്യമായി വാളെടുത്തതോടെ അടങ്ങിയിരിക്കാൻ കഴിയാത്ത അവസ്ഥയായി.